Good afternoon, everyone. Good afternoon. Okay, good afternoon. Good afternoon, ma'am. Okay, good afternoon. So let's start today's class with prayer. Madam, prayer ഞാനാണ്. എൻ്റെ പേര് സരിത. ഈശ്വര കൽക്കോപ്പിനിപ്പോ ഞാൻ ഈറനണിങ്ങളുടെ കാരുണ്യമെന്നെ ചൊരിയണഭൂമിയിൽ കാരണനായുള്ള തമ്പുരാനേ, അച്ഛനും അമ്മയും ഏതോ പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും മാതൃഭൂവിന്ന ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടും സ്വീകരിച്ചു. കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി വിളിച്ചും വിളിച്ചും പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാനായി അനുഗ്രഹിക്കണമേ ദേവാദിനായക സർവേശ്വര. ജീവിക്കുവാനായി അനുഗ്രഹിക്കണമേ ജീവാദിനായക സർവേശ്വര. Okay, Sarita, then quotes ഞാനാണ്. Stop talking about your problems. Start talking about your joy. ശ്രീബുദ്ധൻ. സൈനൻ ഞാനാണ്. എൻ്റെ പേര് മൃദുല എന്നാണ്. കുട്ടികളെ, ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി ഒരു കഥ പറയട്ടെ. ഒരു ഗ്രാമത്തിൽ പ്രായമേറിയ ഒരു മുത്തശ്ശി താമസിച്ചിരുന്നു. മുത്തശ്ശി എങ്ങനെയായിരിക്കുന്നേ? നല്ല ചുക്കി ചുളിഞ്ഞ മുഖവും വലിയ തുളയുള്ള ചെവിയും അതിൽ തൂങ്ങിക്കിടക്കുന്ന കമ്മലും മുണ്ടും ബ്ലൗസും ഒക്കെ ഇട്ട ഒരു പാവം മുത്തശ്ശി. എന്നും വൈകുന്നേരം മുത്തശ്ശി 2 കുടങ്ങളിലായി കുളത്തിൽ നിന്ന് വെള്ളം ശേഖരിച്ച് വീട്ടിലേക്ക് പോകും. പക്ഷേ 2 കുടങ്ങളിൽ ഒന്നിന് ഓട്ടയുണ്ടായിരുന്നു, ഒരു ചെറിയ ഓട്ട. വീട്ടിലെത്തുമ്പോഴേക്കും ആ കുടത്തിലെ വെള്ളം പാതിയാകും. അങ്ങനെ ഏകദേശം 1 വർഷം കടന്നുപോയി. ഓട്ടക്കുടത്തിന് തന്നെ കുറിച്ചോർത്ത് നാണക്കേട് തോന്നി. നല്ല കുടം ഓട്ടക്കുടത്തിനെ നോക്കി കളിയാക്കാനും തുടങ്ങി. നിനക്ക് നാണമില്ലേടാ എന്റെ തലയിൽ കയറിയിരിക്കാൻ? അവസാനം സഹികെട്ട് ഓട്ടക്കുടം മുത്തശ്ശിയോട് പറഞ്ഞു. ആർക്കും വേണ്ടാത്ത എന്നെ എന്തിനാണ് മുത്തശ്ശി തലയിൽ ചുമന്ന് നടക്കുന്നത്? എന്നെ നശിപ്പിച്ചു കളഞ്ഞുകൂടെ? മുത്തശ്ശി തിരിച്ചു. നീ ഒന്ന് പുറത്തേക്ക് നോക്കിക്കേ. കുടം പുറത്തേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച കണ്ട് അവൻ അമ്പരന്നു പോയി. ഇടതൂർന്ന മരങ്ങൾ, പൂത്തുലഞ്ഞ ചെടികൾ, അതാ ഒരു പൂമ്പാറ്റ. നീളിച്ച പൊട്ടുള്ള പാവാട ചുറ്റിയ ചേലഴും പൂമ്പാറ്റ കുഞ്ഞേ, ആരോ നിനക്കീ അഴകുള്ള മിന്നുന്ന പാവാട തയ്പ്പിച്ചു തന്നു. എങ്ങും സൗരഭ്യം. എനിക്കറിയാമായിരുന്നു നിനക്ക് ഓട്ടയുണ്ടെന്ന്. പക്ഷേ നീയാണ് ഈ പൂന്തോട്ടമുണ്ടാക്കിയത്. ഇത് കേട്ടപ്പോൾ കുടത്തിന് സ്വന്തം നില മനസ്സിലായി. നമ്മളും ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടല്ലോ. സംസാരശേഷി കുറഞ്ഞു പോയെന്നും പൊക്കം വണ്ണം കുറഞ്ഞു പോയെന്നും സമ്പാദ്യം കുറഞ്ഞു പോയെന്നും സംസാരശേഷി കുറഞ്ഞു പോയതിലുമൊക്കെ നമ്മളും ആശങ്കാഭരിതരാണ്. മറിച്ച് നമ്മുടെ പോസിറ്റീവായ കാര്യങ്ങൾ കണ്ടെത്തി അതിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് എല്ലാവർക്കും കഴിയും. മാമിനെ ഞാൻ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യാണ്. മാം, വെൽക്കം ടു ദി ക്ലാസ്. ഓക്കെ മൃദുല, നന്നായിട്ട് കഥ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും അങ്ങനെ ഒരു കഴിവുണ്ടാവണമെന്നില്ല കഥ പറയാനും. അല്ലേ, ഒരു പ്രത്യേക ഒരു എബിലിറ്റി ആണ് അതൊക്കെ.
ഓക്കെ, സോ പിന്നെ എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ? ഇന്ന് എന്റെ ക്ലാസ് അല്ല എന്ന്. ഓക്കെ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാൻ കയറി വന്നതാണ്. ഓക്കെ ഓക്കെ, എല്ലാവരും ആക്റ്റീവ് ആണോ? സുഖാണ് എല്ലാവർക്കും? എന്താണ് ഇമോജി മാത്രമേ ഉള്ളൂ, അതൊക്കെ അതെ മാം, സുഖാണ്. ഓക്കെ, സുഖാണ് മാം. അങ്ങനെ പറയണം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ്? നിങ്ങളൊക്കെ പ്രിപ്പേർഡ് ആണോ? ഓർമ്മയുണ്ടോ? ഞാൻ എന്തോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ട് എല്ലാവർക്കും? ഓർമ്മയുണ്ട് മാം, കോൺഫിഡൻസിനെ കുറിച്ച് എന്തോ പ്രിപ്പയർ ആവാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ടോപ്പിക് പ്രസന്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് എന്റെ ക്ലാസ് അല്ല എങ്കിലും ഞാനാണെന്ന് കയറിയത്. സോ എന്താണ്, നമുക്ക് പ്രസന്റ് ചെയ്താലോ? റെഡിയാണോ? റെഡിയാണോ എല്ലാവരും? എന്താ മിണ്ടാത്തെ? പറയൂ, അല്ലെങ്കിൽ അല്ലാന്ന് പറയണം. പ്രിപ്പയർഡ് അല്ല. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് വയ്യായിരുന്നു, ക്ലാസ്സിൽ കയറിയിട്ടില്ല. അപ്പൊ ഞാൻ റെക്കോർഡഡ് ക്ലാസ്സും കണ്ടിട്ടില്ല. മാം ഇപ്പൊ ഇത് പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ മാം. അതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഓക്കെ, എനിക്ക് ഞാൻ നോക്കിട്ടോ, കുറച്ച് നാളായാലോ കണ്ടിട്ട് ആലോചിച്ചിരിക്കുകയായിരുന്നു. വയ്യായിരുന്നു മാം, കുട്ടികൾക്ക് വയ്യായിരുന്നു, ചുമ പനിയൊക്കെ ആയിരുന്നു. അത് പിന്നെ എനിക്ക് വന്നപ്പോ കഫക്കെട്ട് ഭയങ്കര കുറച്ച് അധികമായി. ഇപ്പൊ ആന്റിബയോട്ടിക് എടുത്തോണ്ടിരിക്കുക. എല്ലായിടത്തും പനിയാണ്, വൈറൽ ഫീവർ ആണ്. അതെ മാം, ഇപ്പൊ ഞാൻ പ്രിപ്പയർ ആയിട്ടില്ല. ഞാനിപ്പോ മാം പറയുമ്പോഴേ ഞാനത് അറിയുന്നുള്ളൂ. ഞാൻ റെക്കോർഡഡ് ക്ലാസ്സും ഒരുപാട് പെൻഡിങ് ഉണ്ട്, ഞാൻ കണ്ടിട്ടില്ല. മാം ഞാനും അങ്ങനെ തന്നെയാണ്. ഞാനും കുറെ ആയിട്ട് ക്ലാസ് കയറിയിട്ടില്ല. സുഖമില്ലായിരുന്നു, പനി, മഞ്ഞപ്പിത്തം ചെറുതായിട്ട് ബാധിച്ച അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അത് കാരണം ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അതപ്പോ മാം ഇത് പറഞ്ഞപ്പോ ഇങ്ങനെ എന്താ പറഞ്ഞേന്നുള്ള. ഓക്കെ, സരിത പ്രയർ ചൊല്ലിയപ്പോ ഞാൻ ആലോചിച്ചു പുതിയ സ്റ്റുഡന്റ് ആണോ എന്ന് വിചാരിച്ചു ഞാൻ. പുതിയതൊന്നല്ല, പഴയതാണ്. ഞാനൊരു വർക്കിന് കയറിയായിരുന്നു. അപ്പൊ അത് കാരണം ലൈവ് ക്ലാസ്സിൽ വരില്ലായിരുന്നു. പണ്ട് ടീച്ചർ കുറച്ച് മുന്നേ ഒരു പാട്ടൊക്കെ പാടിപ്പിച്ചില്ല എല്ലാരെയും കൊണ്ട്, അന്ന് കയറിയതാണ് മിസ്സിന്റെ ക്ലാസ്സില്. പിന്നെ റെക്കോർഡ് ക്ലാസ്സാ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ഇപ്പൊ പനിയൊക്കെ ആയിട്ട് കുറച്ച് പെൻഡിങ് ആണ്. ഓക്കെ, അപ്പൊ എന്നിട്ട് റെസ്റ്റ് എടുക്ക, എന്നിട്ട് ക്ലാസ് ഒക്കെ കാണാ, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കുക, ക്ലിയർ ചെയ്ത്. ഓക്കെ, ബാക്കി ആരെങ്കിലും ഒക്കെ എന്താണാവോ ഇനി റീസൺ? ഇതേപോലെ റീസൺ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? അഞ്ജു, പ്രസന്റ് ചെയ്യാം നമുക്ക്. ഇല്ല, ആരും റെഡി അല്ല. മൃദുല, എന്തായാലും മൃദുല പ്രിപ്പയർഡ് ആണ് അല്ലെ? മാം ഞാൻ പ്രിപ്പയർഡ് ഒന്നും അല്ല, ഞാൻ വെറുതെ എന്തെങ്കിലും പറയാ. ഞാൻ പഠിച്ചാലും ഇംഗ്ലീഷ് ഞാൻ തെറ്റിച്ചേ പറയൂ. അപ്പൊ ഞാൻ തെറ്റിച്ചാണ് പറയാനെ. ഇംഗ്ലീഷും മലയാളം ഒക്കെ കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ പറയൂ. ഓക്കെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇംഗ്ലീഷിൽ ആരും റെഡി അല്ല, എനിക്ക് മനസ്സിലായി. മലയാളത്തില് നമുക്ക് കോൺഫിഡൻസിനെ കുറിച്ച് സംസാരിക്കാലോ? അതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ്, വെറുതെ കളഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇന്ന് മലയാളത്തിൽ സംസാരിക്കൂ, നമുക്ക് നെക്സ്റ്റ് ടൈം ഇംഗ്ലീഷില് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വരും, അതും സംസാരിക്കാം. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ മൃദുല. വീഡിയോ ഓൺ ആക്കണോ? ഓണാക്കണമെങ്കിൽ ഓണാക്കാം. ഓൺ ആക്കുന്നില്ല. ഓക്കെ, മാം കോൺഫിഡൻസ് കോൺഫിഡൻസ് അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ മാം, മൈസെൽഫ് മൃദുല മുരളീധരൻ ഫ്രം കണ്ണൂർ. എന്താണ് പറയണ്ടേ? Confidence. First of all, in advance, I apologize for all my grammar mistakes. I like to start with a quote. With confidence, you have to warn before you started. That means if you are confident,
definitely you will be the winner. And there is a factor that directly affects our confidence, that is comparison. So please don't compare yourself with others. Thank you, ma'am. കഴിഞ്ഞോ? ഇത് അത് മതി, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനി മലയാളം. ഓക്കെ, ഇനി മലയാളം പറയൂ. മാം, കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു വെറും ഇമോഷൻ അല്ല, അത് നമ്മുടെ മേൽ നമുക്ക് തന്നെയുള്ള ഒരു ട്രസ്റ്റ് ആണ്. നമ്മൾ എത്രത്തോളം കോൺഫിഡന്റ് ആയി ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഏത് കാര്യം ചെയ്താലും നമ്മൾ അതിൽ വിജയിച്ചിരിക്കും. അപ്പോൾ എനിക്ക് തന്നെ പറയാൻ പറ്റും, ഞാനാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ. എനിക്കത് ഉറപ്പായും പറയാൻ പറ്റും. കാരണം എനിക്ക് അൺനെസസറി ആയിട്ടുള്ള ഒരു ഫിയറും ഇല്ല. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ കോൺഫിഡൻസ് പോകുന്നത് നമ്മൾ മറ്റൊരാളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റൊരാളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യരുത്. മറ്റൊരാൾ നമ്മളെക്കാൾ വലുതാണ്, നമ്മൾ ചെറുതാണ് എന്നുള്ള കമ്പാരിസൺ സ്പോട്ടിൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് കുറയ്ക്കും. അതുകൊണ്ട് എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക. എല്ലാവർക്കും എല്ലാം കഴിയും. എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇനി ഇനി വേറെ എന്തിനാ പറയാനുണ്ടോ? പറയൂ. ടോക്ക് അബൌട്ട് ടോപ്പിക് കോൺഫിഡൻസ് ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം. Can say in any language. ഞാൻ പറയാം മാം. ഞാൻ ക്യാമറ ഓൺ ചെയ്യണില്ല കേട്ടോ. എനിക്ക് കഫൊക്കെ ഉള്ളത് കാരണം ഒരുപാട് നേരം കിടന്നിട്ടും മെഡിസിൻ കഴിച്ചിട്ടും മുഖമൊക്കെ വല്ലാതെ ചീർത്തിരിക്കുകയാണ്. ഒരു പ്രസന്റബിൾ ആയിട്ടല്ല ഞാനിപ്പോ നിൽക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ സോറി. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു മാം ഫോർ giving me an opportunity to speak about self-confidence. Self-confidence is actually a key to success. It simply means believing in ourselves or believing in oneself. If you think that you can do things well, and if you are determined enough to achieve your goals, we can say that we are self-confident. For example, we are confident enough to try new things or make a good decision, make a strong decision. These are all the few examples for self-confidence. When we try new things, it is possible only if we are confident enough. Otherwise, we will have a fear how to do or how to try a new thing. And self-confidence also boosts our happiness. It make us feel happy, and it make ourselves proud. And I think also self-confidence help to improve relationship. That means when we are enough confident, we will be able to make more friends. They will stick around us. മിസ് എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിൽ എന്തൊക്കെയോ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്തൊക്കെയോ ഞാൻ പറയണേന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ മനസ്സിൽ വിചാരിക്കണതാവില്ല ചിലപ്പോ പുറത്തേക്ക് വരണത്. മലയാളത്തിലാണെങ്കിൽ കുറച്ചും കൂടി കോൺഫിഡന്റ് ആണ്. പക്ഷെ മാം ഞാൻ മലയാളം പറയുന്നില്ല, കാരണം ഇങ്ങനെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ ഇംഗ്ലീഷിൽ സംസാരിക്കാന്നുള്ളത്. അതുകൊണ്ട് മാക്സിമം ഞാൻ മലയാളത്തിൽ പറയുന്നില്ല, ഇംഗ്ലീഷിൽ തന്നെ പറയാൻ ശ്രമിക്കാം മാം. ഒന്ന് തെറ്റുണ്ടെങ്കിൽ സോറി കേട്ടോ. Okay. And when we are saying about self-confidence, we all human beings will have both positives and negatives. So try to focus on our strengths or positives. Avoid our negatives. Every time we should try to celebrate our achievements and try to keep going on the things we are good at. For example, a person may not be that much good in studying, but he or she may be good at cooking. So concentrate on cooking, take it as a passion. And when I conclude, I like to say that self-confidence is actually a superpower that helps all of us to achieve our dreams. So believe in yourself, always take challenges, try to do new things, and thereby we can build our self-confidence and succeed in our life. Thank you, ma'am. Okay, Lakshmi. Yeah. Any? Who's next? Next ആരാ പറയാം, സംസാരിക്കാം? ഇംഗ്ലീഷ് തന്നെ വേണമെന്നില്ല, മലയാളമായാലും മതി. ഓക്കെ. ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. അത് എവിടെയാണെങ്കിലും ഏതൊരു കാര്യത്തിലാണെങ്കിലും, ഇപ്പൊ ഇന്റർവ്യൂ ആണെങ്കിൽ പോലും നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എങ്കിലും
അപ്പൊ ഏത് ലാംഗ്വേജ് ആണ് നമുക്ക് കംഫർട്ടബിൾ അതിൽ സംസാരിക്കണം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നോട് സംസാരിക്കാലോ. മിസ് എനിക്ക് സംസാരിക്കാൻ പറ്റും, പക്ഷെ ഇംഗ്ലീഷ് ഞാൻ കംഫർട്ടബിൾ അല്ല, നോട്ട് കംഫർട്ടബിൾ ഇൻ ഇംഗ്ലീഷ്, സോ ബിഗിനിങ് അല്ലെങ്കിൽ മലയാളം എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? ഓക്കെ മാം, ഞാൻ പറയാം. മലയാളത്തിലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറയൂ. കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ മൂവ്മെന്റും അടുത്തൊരു സ്റ്റെപ്പ് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിയർ ഇല്ലാതെ മുന്നോട്ട് ധൈര്യപൂർവ്വം നടക്കുക എന്നുള്ളൊരവസ്ഥയാണ്. ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടാൻ, അതുപോലെ വിജയിക്കാൻ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അത് അത്യന്താപേക്ഷിതാണ്. ആത്മവിശ്വാസം ഇല്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതൊരു ഫ്ലോപ്പ് ആയിരിക്കും. വിജയം നേടുന്നതിന് ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം എന്നുള്ളത് അത്യാവശ്യമാണ്. ആത്മവിശ്വാസം ഉള്ളിൽ നിന്ന് വരുന്ന ഒരെന്നാണ്. അത് നമുക്ക് എവിടുന്നും കിട്ടില്ല, നമ്മൾ സ്വയം ആർജിച്ചെടുക്കുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ ഒരു ജീവിത അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ ജോലിയിലെ ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ അതിലെ ഒരു അനുഭവമാണ് നമ്മളുടെ ഉള്ളിൽ ആ ഒരു ആത്മവിശ്വാസത്തെ ഉണ്ടാക്കിയെടുക്കുന്നത്. സ്വാതന്ത്ര്യപരമായി ചിന്തിക്കാന്, അവരുടെ ലക്ഷ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് സഹായിക്കുന്നു. ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് പരാജയപ്പെടുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ആത്മവിശ്വാസം ഇല്ലാത്ത ആളുകൾ അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ ഒരിക്കലും കഴിയില്ല. നമുക്ക് പേടിയാണ്, അല്ലെങ്കിൽ ഇത് ചെയ്താൽ എന്താകും, ഒരുപാട് ആകുലതകളും ചോദ്യങ്ങളുമായിട്ട് നമ്മൾ എന്ത് സാധനത്തിന് സമീപിച്ചാലും അത് നടക്കില്ല. ഒരു ആളുകൾ ആത്മവിശ്വാസമില്ലാതെ അവരുടെ ലക്ഷ്യങ്ങൾ നേടുകയാണെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ ശുഭാപ്തി വിശ്വാസങ്ങൾ, ഉത്സാഹഭരിതം, പോസിറ്റീവുമായ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആത്മവിശ്വാസം ഇല്ലാതെ ആവുന്നതുകൊണ്ടാണ് നമ്മൾ പരാജയത്തിലേക്ക് എത്തുന്നത്. അതുപോലെ ആത്മവിശ്വാസം, കോൺഫിഡൻസിന്റെ ഒരു ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് അറിവാണ്. ഒരു കാര്യത്തെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ ധാരണ, അറിവ്, ഒരു അവലോകനം നമ്മുടെ കയ്യിൽ, ഇപ്പം എന്തൊരു കാര്യം ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലെ, ജോലിയിലെ, വേറെ എന്ത് കാര്യങ്ങളെ കുറിച്ചും ഒരു ചെറിയ ഒരു അറിവ് നേടി നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെ നമ്മുടെ ആത്മവിശ്വാസം കൂടും. ഇത് നമ്മളെ പരാജയപ്പെടാതെ വിജയിക്കാൻ സഹായിക്കും. അതായത് നമ്മൾ സ്വയം ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് സ്വയം അനുഭവങ്ങളിലൂടെ ആർജിച്ച് എടുക്കുന്ന ഒരു ശക്തി എന്നുകൂടി ഇതിനെ പറയാം. മതിയോ മാം? ഇത്രയുള്ളൂ. സംസാരിക്കാം, കാരണം ഈ ടോപ്പിക് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ ഇപ്പോൾ സംസാരിക്കാവുന്നതാണ്. കാര്യമില്ല. ആത്മവിശ്വാസം എന്നത് ആളുകളുടെ മാനസിക അവസ്ഥയെ വിശദീകരിക്കാൻ നിർവചിക്കപ്പെട്ട ഒരു പദമാണ്. അതായത് ഒരാളുമായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ, അതിൽ അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട് സർക്കിൾ മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരാളുടെ പെരുമാറ്റ രീതികളിൽ നിന്നും എല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റ്, അതൊരു നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നമ്മൾ പണ്ട് ഒക്കെ പറയും ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, അങ്ങനെ ഒരു തോട്ടൊക്കെ ഇല്ലേ. അതേപോലെ ഈ ആത്മവിശ്വാസം കൂട്ടാൻ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, ബന്ധങ്ങൾ ഒക്കെ നമ്മളതിനെ സഹായിക്കും. കാരണം നല്ല പോസിറ്റീവായ കാര്യങ്ങളെ ആർജിച്ചെടുക്കുന്നതിലൂടെയാണ് ആത്മവിശ്വാസത്തിലൂടെ നമ്മൾ വിജയത്തിലെത്തുന്നത്. അങ്ങനെ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഒരാള് പറയുന്ന വാക്കുകൾ നമ്മൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? എന്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ട് മാഡം. എൻ്റെ ഒരു ലൈഫിന്റെ ഏറ്റവും എൻഡാണെന്ന് വിചാരിച്ചിരുന്ന ഒരു സമയത്ത് എന്നോട് എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞു, നമുക്ക് സ്ഥാനമില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ്, അവരൊരു വാക്കേ പറഞ്ഞുള്ളൂ. ആ ഒരു വാക്കിൽ നിന്ന് ചിന്തിച്ചത് എൻ്റെ ലൈഫിൽ കുറേ ചേഞ്ച് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ പരിചയമില്ലാത്ത അനുഭവങ്ങളിൽ നിന്നായിരിക്കാം നമ്മുടെ ഈ ആത്മവിശ്വാസം, അതായത് നമ്മുടെ മൈൻഡിൽ നിന്നും ക്രിയേറ്റ് ആവുന്ന ഒരു പവർ, ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്, ഒരു പവറാണ് ആത്മവിശ്വാസം എന്നുള്ളത്. ഇപ്പോൾ സ്റ്റിൽ ഞാൻ എൻ്റെ 3 മക്കളായിട്ട് ഞാൻ വീട്ടിൽ തനിച്ചാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്ത കാരണം ഓടി നടന്ന് ചെയ്യും. ഇപ്പൊ തന്നെ ഞാൻ പഞ്ചായത്തിൽ പോയി കോഴിക്ക് എഴുതി കൊടുത്ത് കോഴിയെ മേടിച്ചു വരുന്ന വരവാട്ടോ. അതാണ് ഇത്ര നേരം സംസാരിക്കാതിരുന്നത്. ഇങ്ങനെയൊന്നും ഞാൻ പബ്ലിക്കായിട്ടൊന്നും അറിഞ്ഞില്ലായിരുന്നു.
അപ്പോ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ ആത്മവിശ്വാസത്തെ കൂട്ടുന്നതും അതേപോലെ തന്നെ അനുഭവങ്ങൾ തന്നെയാണ് ആത്മവിശ്വാസത്തെ കുറയ്ക്കുന്നതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ മാം, ഇനി പറഞ്ഞ എല്ലാവർക്കും ബോറടിക്കും. ഇത് ഒരിക്കലും ബോറടിക്കുന്ന ഒരു ടോപ്പിക് അല്ല. ഓക്കെ മാം, ഓക്കെ. ഇനി വേറൊരാള് പറയട്ടെ കേട്ടോ. ഞാൻ പറയാം മാം. ആത്മവിശ്വാസം എന്നത് നമ്മുടെ കഴിവുകളിലും നമ്മളും വിശ്വസിക്കുക എന്നുള്ളതാണ്. നമുക്ക് വരുന്ന എന്തൊരു പ്രശ്നവും നേരിടാൻ നമ്മൾ തയ്യാറാവണം. ആര് തന്നെ ഇല്ലെങ്കിലും എനിക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് സ്വന്തത്തെ സ്നേഹിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തമായി ജീവിക്കാനും ഒക്കെ കഴിയാനുള്ള വിശ്വാസം ഒരാൾക്കുണ്ടെങ്കിൽ അതാണ് ആത്മവിശ്വാസം. എല്ലാ പ്രതിസന്ധികളും മറികടന്ന് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. വിശ്വാസം അതല്ലേ എല്ലാം. നമ്മുടെ മനസ്സിൽ എന്തുമാത്രം വിശ്വാസം ഉണ്ടോ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്. ഇപ്പൊ ഒരു പക്ഷി ഒരു മരക്കൊമ്പിൽ ഇരിക്കുകയാണെങ്കിൽ ആ പക്ഷി ആ മരക്കൊമ്പ് പൊട്ടി വീഴുന്നുള്ള ഒരു പേടി ആ പക്ഷിക്കില്ല. കാരണം പക്ഷി വിശ്വസിക്കുന്ന ആ മരത്തിലല്ല, തന്റെ ചിറകിനെയാണ് ആ പക്ഷി വിശ്വസിക്കുന്നത്. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക, എപ്പോഴും ആത്മവിശ്വാസത്തോടെ ജീവിക്കുക, ഒരു പോസിറ്റീവ് ലൈഫ് കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. എക്സസൈസും മെഡിറ്റേഷനൊക്കെ ആത്മവിശ്വാസം കൂട്ടും. ഓക്കെ മാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? Good afternoon, ma'am. ഞാൻ പറയാം. പറയൂ. First of all, thank you for giving me an opportunity. Self-confidence is an attitude about our skills and abilities. It means I accept and trust ourselves and have a sense of control in our life. You know your strength and weakness well and have a positive view of yourself. You set realistic expectations and goals. Self-confidence refers to an individual faith in their own capabilities, especially in the context of a task or challenge. ആത്മവിശ്വാസം എന്നത് നമ്മുടെ കഴിവിനെയും കഴിവുകളെ കുറിച്ചുള്ള ഒരു മനോഭാവമാണ്. അതിനർത്ഥം നമ്മൾ സ്വയം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും പിന്നെ നമ്മളെ ജീവിതത്തിൽ ഒരു നിയന്ത്രണ ബോധം ഉണ്ടായിരിക്കുകയും ചെയ്യണം. നമ്മളെ ശക്തിയും ബലഹീനതയും എല്ലാം നമുക്ക് തന്നെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് വീക്ഷണം ഉണ്ടായിരിക്കണം. നമ്മളിലുള്ള വിശ്വാസം തന്നെയാണ് നമുക്ക് നമ്മളെ കഴിവുകളെല്ലാം കൂട്ടാനെല്ലാം പറ്റുന്നത്. ഭാവിയിൽ നമ്മൾ എന്നാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോസിറ്റീവ് വിശ്വാസം ഉണ്ടായിരിക്കണം. ഓക്കെ മാഡം. ഓക്കെ, ഇനി ആരാ? സബീന പറയാമോ? ഓക്കെ സബീന. ആദ്യം എല്ലാവർക്കും നമസ്കാരം. നമ്മളെയും നമ്മുടെ കഴിവിനെ കുറിച്ച് നമുക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കുക, അതാണ് നമ്മൾ കോൺഫിഡൻസ് എന്നുകൊണ്ട് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പലതരത്തിലുള്ള കഴിവുള്ളവരാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്കറിയാം നമുക്ക് എന്തുമാത്രം കഴിയുമെന്നും എന്തുമാത്രം കഴിയില്ല എന്നും നമുക്ക് അറിയാം. പക്ഷെ ആ കഴിവില്ലായ്മയിൽ നിന്ന് മുന്നോട്ടുള്ള ഒരു കാൽവെപ്പാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു തരത്തിൽ അതിന് വേറൊരു വാക്ക് പറഞ്ഞാൽ ധൈര്യം, അല്ലെങ്കിൽ നമുക്ക് അവനോടുള്ള ഒരു വിശ്വാസം, ഇതൊക്കെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന വാക്കിന് നമുക്ക് പറയാം. അതായത് പരാജയത്തെക്കുറിച്ച് ചിന്തിക്കാതെ വിജയിക്കും എന്നുള്ള ഒരു വിശ്വാസം. അതായത് ഒരു കാര്യം ഫുൾഫിൽ ചെയ്യും പറ്റില്ല എന്നാലും അത് നമ്മൾക്ക് എങ്ങനെങ്കിലും അത് പൂർണ്ണതയിലെത്താം എന്നുള്ളൊരു വിശ്വാസം നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. കഴിഞ്ഞ കാലത്തെ ജീവിതത്തിലെ പല നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് എല്ലാം നമ്മളങ്ങ് മറക്കുക. എന്നിട്ട് നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ ഓർക്കുക. അപ്പം ആ നെഗറ്റീവ് തോട്ട്സ് ഒന്നും നമ്മുടെ ഭാവി അത് ബാധിക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുക. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സം നേരിടും, അത് പക്ഷെ പരാജയപ്പെടില്ല എന്ന് നമ്മൾ ചിന്തിക്കാതെ അത് സാവധാനത്തിൽ നമ്മളത് മുന്നേറാൻ ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള അഭ്യർത്ഥനകൾക്ക് നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറഞ്ഞ് തന്നെ മുന്നോട്ട് പോവുക. നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ആ വിശ്വാസങ്ങളും എല്ലാം നമ്മൾ നേരിട്ട് പ്രകടിപ്പിക്കുക. സ്വന്തം അനുഭവത്തിലൂടെ ഒരാൾ ആത്മവിശ്വാസം നേടും.
അത് പല സന്ദർഭങ്ങളും നാം പല വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങളിലും നമ്മുടെ ഭാവിയെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിലെ വിജയവും കണ്ടെത്താൻ സഹായിക്കും. താങ്ക് യു മാം. ഓക്കെ, ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? Anyone? എന്റെ ആരും വേണ്ടാത്തേ? മാം ഞാൻ പറയാം മാം. ഓക്കെ, ശ്രുതി. ഇപ്പൊ ഈ മൈക്ക് ഓൺ ചെയ്യാൻ പോലും പേടിച്ചിട്ടാണ്, ഒരു കോൺഫിഡൻറ്റിലാണ് ഇത്ര നേരം ഞാൻ ഇരുന്നത്. അത്രയ്ക്കും ഒരു പേടിയാണ് എനിക്ക്. സ്വന്തം കാര്യം പറയാൻ എനിക്ക് തീരെ കോൺഫിഡന്റ് ഇല്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് എല്ലാം ചെയ്യാനും ഇപ്പൊ ഇവിടെ ഇരുന്ന് കോൺഫിഡൻസിനെ കുറിച്ച് ഒറ്റയ്ക്ക് ഒരു പാരാഗ്രാഫ് എഴുതി ഒറ്റയ്ക്ക് എന്നെ കുറിച്ച് എഴുതി, പക്ഷെ അത് വായിക്കാൻ പോലും പേടിയുള്ള ഒരാളാണ്. അതുകൊണ്ട് കുറേ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറെ മിസ് ചെയ്തിട്ടുണ്ട്. ലൈഫിലായിക്കോട്ടെ എഡ്യൂക്കേഷൻസിലായിക്കോട്ടെ. നമുക്ക് സ്വന്തം അമ്മയോടും അമ്മ ചില കാര്യങ്ങൾ അമ്മ എനിക്കിത് വേണം എന്ന് നമ്മൾ പറയാനുള്ള പേടി കൊണ്ട് പറയില്ല. ഇനി നിസ്സാര കാര്യം പോയാലും എനിക്ക് ഇപ്പോഴും പേടിയാണ്. ഒറ്റയ്ക്കൊരു ഡിസിഷൻസ് എടുക്കാൻ പേടിയാണ്. കോൺഫിഡൻറ്റ് പറയുന്ന സാധനം എൻ്റെ അടുത്തില്ല. ഞാനത് ഓപ്പണായി പറയാം. അതുകൊണ്ട് ലൂസേഴ്സ് വന്നത് മാത്രം ഞാൻ ഇവിടെ പറയാം. എന്താണ്, ഇനി ഒരാൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആവും. എവിടെയൊക്കെ നമ്മൾ ലൂസ് ആവാൻ പാടില്ല. ഇതുകൊണ്ട് ഒരു മാരേജ് എന്ന് വരുമ്പോ എല്ലാരും ഇവിടെ മാരീഡ് ആണ്. നമ്മളോട് ഒരു ഒപ്പീനിയൻ ചോദിക്കും, ഇഷ്ടമാണോ എന്നൊരു ക്വസ്റ്റ്യൻ വരും. നിങ്ങൾക്ക് ആ ചെക്കൻ ഇഷ്ടപ്പെട്ടോ എന്ന്. എല്ലാരും പറയും ഇഷ്ടമാണ് അല്ലെങ്കിൽ അല്ല. പക്ഷെ ഞാൻ പറഞ്ഞു എന്റെ അമ്മയുടെ ഇഷ്ടമാണ്. മാം 1 മിനിറ്റ്. അതേപോലെ ആദ്യമായിട്ട് ഞാൻ എന്റെ കോൺഫിഡന്റിൽ ഇരുന്ന് ഒരു ഡിസിഷൻ എടുത്ത എന്റെ മോന്റെ കാര്യത്തിലായിരുന്നു. അവനെ സ്കൂളിൽ ചേർക്കണ കാര്യം. എല്ലാരും അതിന് നെഗറ്റീവ് ഒപ്പീനിയൻസ് പറഞ്ഞപ്പോഴും എനിക്ക് ആ സ്കൂളിൽ തന്നെ ചേർത്തണം എന്ന് നിർബന്ധം പിടിച്ച് ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് വാശി പിടിച്ച് അതിലൊരു കോൺഫിഡന്റ് ആയിട്ട് നിന്ന് ജയിച്ചത് അവന്റെ സ്കൂളിൽ ചേർക്കണ ഒരു കാര്യം മാത്രമാണ് മാം. ഈ കോൺഫിഡന്റ് ഇല്ലാണ്ടാവുമ്പോൾ നമ്മളെ തന്നെ ഒന്നുമില്ലാണ്ടാവും. കുറേ സ്ഥലങ്ങളിൽ കോൺഫിഡന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാലും കോൺഫിഡൻസ് ഇല്ലാണ്ടാവുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് ചെറിയ കാര്യങ്ങളെ അല്ല, അത് വലിയ വലിയ ഇതിലേക്ക് കൊണ്ടുപോയി നമ്മളെ എത്തിക്കാറുണ്ട്. നമ്മളിപ്പോ ഇതിനു മുന്നേ കുട്ടി പറഞ്ഞ പോലെ നോ പറയേണ്ട അവിടെ നോ പറയാൻ പറ്റാത്ത അവസ്ഥയും നമ്മളെ വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോയി വിടുന്നത്. അവിടെ നോ പറയണം എന്നുള്ളത് ആഫ്റ്റർ ഞാൻ ഒരു മദർ ആയ ശേഷമാണ് പഠിച്ചത്. എവിടെ നോ പറയണം, എവിടെ യെസ് എന്ന് പറയണം എന്നുള്ളത് പഠിക്കാൻ തുടങ്ങിയതേ ഇപ്പോഴാണ് മാം. ഇപ്പോഴാണ് കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ. നീ വെക്കണ്ട, ഇത്തിരി മതി. പഠിക്കണില്ല. പേരെന്തായിരുന്നു? എന്നെ ചിഞ്ചു എന്നാ മാം വിളിക്കുക വീട്ടിൽ. എന്റെ മോനാണ്, അവനാണ്. പക്ഷെ അവന് നല്ല കോൺഫിഡന്റ് ആണ്. അവൻ ഇപ്പൊ എന്റെ കൂടെ വരുമ്പോ എനിക്ക് എന്റെ ഇതില് ഞാൻ കോൺഫിഡന്റ് ആണ്, എന്നെ കൊണ്ട് പറ്റും എന്നാ അവന്റെ കൈ പിടിച്ചിട്ടാണ്. ഇപ്പൊ ചെറിയ കുട്ടിയാണ്, പക്ഷെ അവൻ എവിടെ പോകുമ്പോഴും അമ്മ അത് ചെയ്യണം എന്നുള്ളൊരു ഇത് എനിക്ക് അവൻ തരുന്നുണ്ട്. ഇതാണ് എനിക്ക് കോൺഫിഡന്റിനെ കുറിച്ച് പറയാനുള്ളത് മാം. ഓക്കെ, ഇനി ആർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പറയുന്നുണ്ടോ? പറയണമെന്നുണ്ട്, പിന്നെന്താണ്, മിക്കവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മാം. സെയിം എന്നെ പോലെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടാവും. മൈക്ക് ഓൺ ചെയ്യാനുള്ള പേടിയും ഓൺ ചെയ്താൽ എന്ത് പറയണം എന്നറിയാത്ത പേടിയിലും ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അത് കാര്യം അറിയാനില്ല, ഏതും അറിയാത്ത കാര്യങ്ങളല്ല, നമുക്കത് പറയാനുള്ള ഫിയർനെസ്. മാം ഓരോരുത്തരെ കൊണ്ട് ഓരോ പോയിന്റ് വെച്ച് പറയിത്തീരും. അപ്പം പറയട്ടെ മാം. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ MT11 ബാച്ചിന്റെ ചീത്തപ്പേര് തന്നെ ഈ ഒരു സാധനം കാരണമാണ്, ഇതില്ലാത്തത് കാരണമാണ്. ശരിക്കും കോൺഫിഡന്റ് ഇല്ലാത്തതുകൊണ്ടാണ്.
ഇപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും പറയാൻ ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്ത് പറയുമെന്നാണ്. എന്തെങ്കിലും പറയൂ, എന്ത് വേണമെങ്കിലും പറയാലോ. അത് മലയാളമല്ലേ, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാറുണ്ട്. അതൊക്കെ പേടിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക. അല്ല, അതേപോലെ ക്ലാസ്സിൽ സംസാരിക്കൂ. എന്തിനാ പേടി? എന്തിനാ? ആരെയാ നിങ്ങൾ പേടിക്കുന്നേ? ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ കാലത്ത്. ഓക്കെ, കാലം മാറി, അതിനനുസരിച്ച് നമ്മൾ മാറണം. ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സംസാരിക്കാം. കാരണം നമ്മുടെ മൈൻഡ് ആണ് എല്ലാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് അത് ഓർത്ത് റിഗ്രറ്റ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. ലൈഫ് അത്രയേ ഉള്ളൂ, ടു ഷോർട്ട്, കുറച്ചേ ഉള്ളൂ. മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കാം. അതിനിടയിൽ ഈ ടെൻഷൻ, പേടി, ഇതൊക്കെ എന്തിനാ? അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? അതൊന്ന് ആലോചിച്ച് നോക്കി. എന്തെങ്കിലും ഉപകാരം എൻജോയ് ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ലൈഫ് ഓരോ നിമിഷവും നമ്മൾ വെറുതെ ഇതിനോ വേണ്ടി ജീവിക്കുന്നു എന്ന് തോന്നിപ്പോകും. അങ്ങനെ ആവരുത് കേട്ടോ ഒരിക്കലും. ഫസ്റ്റ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. ഓക്കെ, ലവ് യുവർ സെൽഫ്, റെസ്പെക്ട് യുവർ സെൽഫ്. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങൾ എങ്ങനെയാണോ അത് ആദ്യം ആക്സെപ്റ്റ് ചെയ്യൂ. ഞാൻ ഇങ്ങനെയാണ്, ഓക്കെ, ഇത് ആക്സെപ്റ്റ് ചെയ്യൂ ആദ്യം. പിന്നെ നമ്മൾക്ക് എന്തെല്ലാം ഡിസഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമുക്കറിയാലോ. നമുക്ക് എന്തൊക്കെ പറയാൻ വേണ്ടി നമുക്കറിയാലോ അല്ലെ. ഞാൻ എന്റെ ക്യാരക്ടർ നല്ലതല്ല, ഞാൻ അത് ചെയ്ത കാര്യം നല്ലതല്ല, ഞാൻ അങ്ങനെ ചെയ്താൽ നല്ലതല്ല എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് എന്താണോ നല്ലതല്ലാത്തെന്ന് തോന്നുന്നു അത് മാറ്റാൻ ശ്രമിക്കുക. അത് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. സ്വയം തോന്നും അല്ലെ, എന്നിട്ട് സ്വയം മാറാൻ നോക്കാം. അപ്പൊ തന്നെ നമുക്ക് പകുതി നമ്മൾ കോൺഫിഡന്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ കോൺഫിഡന്റ് ആണ്, ഇതുവരെ നിങ്ങൾ ലൈഫ് എത്തിച്ചെങ്കിൽ നിങ്ങൾ എല്ലാവരും, ഓരോ മനുഷ്യരും കോൺഫിഡന്റ് ആണ്. കോൺഫിഡൻസ് ഇല്ലാതെ ആരും ജനിക്കുന്നില്ല എന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ബാക്കി എല്ലാവരും നമ്മുടെ മൈൻഡിൽ വരുന്ന പേടി കൊണ്ട് മാറുന്നതാണ്. മനസ്സിലായോ? നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ പേടികളുണ്ട്, നമ്മൾ ആലോചിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളുണ്ട്. പക്ഷെ അതുപോലെ നടക്കണമെന്ന് ഒരു കാര്യമില്ല. അതുപോലെ നടക്കാറില്ലെന്നേ. ഇപ്പൊ കുറച്ച് പേര് സംസാരിച്ചിട്ടില്ല ക്ലാസ്സിൽ. അവർ ചിന്തിക്കുന്നത് എന്താ? അവരെന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്നുണ്ട്. ഞാൻ എങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാല് അത് തെറ്റാകോ, ഇനി ഞാൻ സംസാരിക്കുന്ന മണ്ടത്തര കാണോ, എങ്ങനെയാ സംസാരിക്കുക? എത്രയോ ആൾക്കാരെ കൊണ്ട് എങ്ങനെയാ സംസാരിക്കുക? അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ഈ ക്ലാസ് എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, അപ്പൊ എല്ലാവരും കേട്ട് ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. ഇൻസെക്യൂരിറ്റി എന്ന് പറയും അല്ലെ, ഒരു കോംപ്ലക്സ് ആണ്, ഒരുതരം കോംപ്ലക്സ് ആണ് അത് ആരും പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അല്ലെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തോന്നി നിങ്ങൾ ഓരോന്ന് ആലോചിച്ച് കൂട്ടി ഉണ്ടായ ഒരു കോംപ്ലക്സ് ആണ്, ശരിയല്ലേ? അല്ലാതെ ഒരാൾ നിങ്ങളോട് പറഞ്ഞാലാണോ അത്? നീ സംസാരിക്കില്ലട്ടോ, നീ സംസാരിച്ചാൽ അതെങ്ങനെ വിചാരിക്കും, അങ്ങനെ വിചാരിക്കും. ആരും അങ്ങനെ പറഞ്ഞില്ല. നിങ്ങളുടെ ചിന്താഗതിയാണത്. നിങ്ങൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടും അല്ലെ. പക്ഷെ അത് എല്ലാം നെഗറ്റീവ് തോട്ട്സ് ആണ്. അതാദ്യം മനസ്സിലാക്കും. ഒരിക്കലും നെഗറ്റീവായിട്ട് ഒന്നും ആലോചിക്കാൻ പാടില്ല. എന്തിനാണ്? പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. ഏതൊരു കാര്യവും പോസിറ്റീവായിട്ട് കാണും. ഇപ്പൊ ജസ്റ്റ് ക്ലാസ്സിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തൊന്ന് സംസാരിച്ചിട്ട് എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കുറച്ച് ആത്മവിശ്വാസം കൂടും. അത് ഏറ്റവും നല്ല കാര്യമല്ലേ? നിങ്ങൾ സംസാരിക്കുന്ന 1 or 2 സെന്റൻസ് അത് മറ്റുള്ളവരുടെ ലൈഫിലെങ്കിലും കുറച്ചെങ്കിലും ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്താലോ. അപ്പൊ കുറച്ച് പേരോട് സംസാരിച്ചു അല്ലെ, പരസ്പരം അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫിൽ കുറച്ചൊക്കെ അവർ എടുക്കും. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആരെന്ത് കാര്യങ്ങൾ പറഞ്ഞാൽ, ആരായിക്കോട്ടെ, ഒരു സ്ട്രേഞ്ചർ ആരെങ്കിലും ആവട്ടെ, ഒരു സ്പീച്ച് നിങ്ങൾ കേൾക്കുന്നു എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ അവരിൽ നിന്ന് എടുക്കില്ലേ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ലൈഫ്. മനസ്സിലായോ? ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഓരോരുത്തർ എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ പലതും പഠിക്കുക. അത് എക്സ്പീരിയൻസ് ചെയ്യണം. ചെയ്യാൻ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലില്ല. ഏതൊരു കാര്യം, ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴാണ് അത് എക്സ്പീരിയൻസ് ആവുക. ചെയ്ത് നോക്കണം. ചെയ്യാനൊരു മനസ്സ് വേണം. ആ ഒരു മനസ്സ് വരണമെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മളോട് പറയണം ഇത് ചെയ്യൂ എന്ന്. നമ്മുടെ മൈൻഡ് പറയണം. മൈൻഡിനെ പറയിപ്പിക്കാൻ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ഫ്രീ ആയിട്ട് മൈൻഡ് പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നു കോൺഫിഡൻസിനേക്കാളും കൂടുതൽ നമുക്കൊരു ആവശ്യം കൂടി വേണം. എന്നാലേ നമുക്കത് അത്ര ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അടുത്ത കൊല്ലം
നമ്മൾ എന്തായാലും ഒരു സ്കൂളിൽ കയറാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. 100% ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ എന്തായാലും കയറും. അപ്പൊ ഞാൻ ചിന്തിക്കുക, മാം ഇപ്പൊ തന്ന ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 90% ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഒരു ഇന്റർവ്യൂവിന് നമ്മളൊരു സ്കൂളിൽ പോകുമ്പോൾ നമ്മളോട് സംസാരിക്കാൻ പറയുന്ന ഒരു വിഷയമാണ് ഇത്. അപ്പൊ ആ ഒരു ഇന്റർവ്യൂവർ എന്തായാലും ഇംഗ്ലീഷിലാ ചോദിക്കുക. അപ്പൊ നമ്മൾ ആ സമയത്ത് ഇംഗ്ലീഷിൽ തന്നെ വേണം സെൽഫ് കോൺഫിഡൻസിനെ പറ്റി ആൻസർ പറയാൻ. അപ്പോ അങ്ങനെ നമുക്ക് കോൺഫിഡൻസിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് ആ ഒരു ജോലി കിട്ടിയേ പറ്റൂ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മാം നമ്മൾ എന്തായാലും സംസാരിച്ച് പോവും. ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ തെറ്റിനെ പറ്റി ഓർത്തിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു ഇന്റർവ്യൂവർ നമ്മളോട് സംസാരിക്കാൻ പറയുമ്പോൾ ആസ് എ ടീച്ചർ ആവാൻ പോണ ഒരാളാണ്. അപ്പൊ നമ്മൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് അറിയാതെ ആണെങ്കിലും പറഞ്ഞു പോകും മാം. ഇതിപ്പോ നമ്മുടെ ഈ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വളരെ സ്ട്രെങ്ത് കുറവാണ്. ആരും ഇതുവരെ പരസ്പരം കളിയാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എന്നെ പറ്റി മറ്റുള്ളവർ എന്ത് പറയുമെന്ന് എനിക്കൊരു വിചാരമില്ല. കാരണം PSC എഴുതിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണെങ്കിൽ ഇവിടെയുള്ള പല ആൾക്കാരും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് സാരില്ല ശ്രീലക്ഷ്മി ഒന്നും കൂടി ട്രൈ ചെയ്യും. ഇപ്പൊ സാഗര ആണെങ്കിലും മൃദുല ആണെങ്കിലും ആരാണെങ്കിലും എൻ്റെ അടുത്ത് അങ്ങനെ പറയാറുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടി നല്ലത് പറയുന്ന കുറച്ച് കൂട്ടം ആൾക്കാരാണല്ലോ നമ്മുടെ കൂടെ ഉള്ളത്. ഒരിക്കലും നമ്മൾ തെറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് കളിയാക്കണവരല്ല. വളരെ സ്ട്രെങ്ത് കുറഞ്ഞ ഒരു ബാച്ച് ആയത്. പിന്നെ നമുക്ക് പറഞ്ഞാൽ എന്താ പ്രശ്നം? പിന്നെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോ ഒരുപാട് ഇപ്പൊ ലക്ഷ്മി പറഞ്ഞു സംസാരിക്കുന്നു പറഞ്ഞു, പക്ഷെ സംസാരിക്കാതെ വരുന്ന കുറച്ച് പേര് എനിക്കറിയാം. എക്സ്പീരിയൻസ് പറയുമ്പോഴും ഈ ധൈര്യമില്ലാത്തത് കൊണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്തവരുണ്ട്, അറ്റൻഡ് ചെയ്തിട്ട് ഫെയിൽ ആയവരുണ്ട്. പേടി എന്താണെന്നറിയോ? എല്ലാവർക്കും പേടി ഇംഗ്ലീഷ് സംസാരിക്കണമല്ലോ എന്നാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം, നമ്മൾ ലാംഗ്വേജ് ടീച്ചർ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അഥവാ ലാംഗ്വേജ് അല്ല, നിങ്ങൾ അല്ലാതെ നോർമൽ ടീച്ചർ ആണെങ്കിൽ അവര് ലാംഗ്വേജ് നോക്കില്ല, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ടീച്ചർ ആണോ, ടീച്ചർ എന്തായാലും ഒരു കുറച്ചെങ്കിലും ധൈര്യം വേണം, സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഇത് രണ്ട് ക്വാളിറ്റി എന്തായാലും ടീച്ചറിന് ആവശ്യമാണ്. ഓക്കെ, ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയില്ലെങ്കിൽ പോലും ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ടീച്ചറിന് വേണം. ഓക്കെ, അപ്പൊ കൂടുതലും ഇന്റർവ്യൂവറൊക്കെ നോക്കുന്നത് ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. സോ ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു ടോപ്പിക് തന്നാല് ടോപ്പിക്കിനെ കുറിച്ച് അറിയില്ലെങ്കിൽ പോലും നമ്മൾ അത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അത് നിങ്ങൾ കംഫർട്ടബിൾ ആയി ഏത് ലാംഗ്വേജിലാണോ അതില് പിടിച്ച് കയറാൻ നോക്കാം. മലയാളം ആണെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ കോൺഫിഡന്റ് ആയിട്ട് അവിടെ നിന്ന് സംസാരിച്ചു നോക്കിയേ, സെലക്ട് ആവും, 100% ഷുവർ ആണ്. ആ സമയം നിങ്ങൾ പേടിച്ചിരിക്കണെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല, അവരോട് കോൺഫിഡൻസ് ആയപ്പോ ഒട്ടും ധൈര്യത്തോടല്ലാതെ നിങ്ങൾ പറയാണ് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞു നോക്കാം എന്ന് കേൾക്കുമ്പോ നിങ്ങളാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നോട്? നിങ്ങൾ ഒരിക്കലും ഇംപ്രസ്ഡ് ആവില്ല അല്ലെ? എന്തോ ഞാന് കുട്ടിക്ക് കണ്ണാശുപത്രി പോയത് കാരണം കുറച്ച് വൈകി വരെ. അപ്പൊ എനിക്ക് മിസ് എന്താ പറയണെന്ന് എനിക്ക് വലിയൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മനസ്സിലായി, കോൺഫിഡൻസിനെ കുറിച്ച് എല്ലാവരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചിരിക്കുകയായിരുന്നു അല്ലെ? പറയുമ്പോ നമ്മള് സൈലന്റ് ആയിരുന്നു പറഞ്ഞിട്ട് മിസ്സിന് എന്തേലും തോന്നിയിട്ടുണ്ടാവും എന്നൊരു ഇതുകൊണ്ട് പറയണ്. കോൺഫിഡൻസ് വീട്ടില് എന്തേലും ഒരു അഭിപ്രായമൊക്കെ എനിക്ക് തന്നെ ഉണ്ടാവുക. പക്ഷെ അത് വീട്ടില് മാത്രം. വെളിയിൽ പോകുമ്പോ എനിക്കൊരു ഭയങ്കര പേടിയുണ്ട് എല്ലാവരും അടുത്ത് ഒരു സംസാരിക്കുന്നതിനെ കുറിച്ചൊക്കെ. പിന്നെ കുട്ടികളുമായിട്ട് ഇപ്പൊ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അപ്പൊ ഈ 10th, +1, +2 പിന്നെ എന്താണ് പറയാ, അതിന് ചെറിയ കുട്ടികൾ LKG വരെക്കുള്ള കുട്ടികളോട് നല്ല സംസാരിക്കാനും അവരുടെ പാരന്റ്സുമായിട്ട് സംസാരിക്കാനും അതിനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ഇപ്പൊ കുറച്ച് ഇതുണ്ട്. എനിക്ക് ആദ്യമൊക്കെ കുറച്ച് പേടി പോലെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴൊന്നും കുഴപ്പമില്ല. അവര് എങ്ങനെയാണ് അവരുടെ അടുത്ത് മാനേജ് ചെയ്യണമല്ലോ. അത് ഒന്നാമത് ഗവൺമെന്റ് സ്കൂളാണ്. ഗവൺമെന്റ് സ്കൂൾ ആകുമ്പോ നിറയെ കുട്ടികളുണ്ട്. അങ്ങനെ പിന്നെ വീട്ടില് എന്തുണ്ടെങ്കിലും ചേച്ചിമാരുടെ കുട്ടികളുടെ വിഷയത്തിലാണെങ്കിലും ശരി, വീട്ടില് അച്ഛനമ്മന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് എൻ്റെ അടുത്ത് ഒരു അഭിപ്രായം കൂടി ചോദിച്ചിട്ട് അവര് ചെയ്യുള്ളൂ. ഞാനാണ് വീട്ടിലെ ലാസ്റ്റ്. എന്നാലും വീട്ടില് അതേപോലെ കല്യാണം കഴിച്ചു കൊടുത്തവിടെയും എൻ്റെ അടുത്ത് നല്ലൊരു അഭിപ്രായം ചോദിക്കും. എന്താ പറഞ്ഞാൽ ഞാനൊരു വലുതായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത് ഇല്ലെങ്കിലും ചെയ്യണ കാര്യങ്ങളൊക്കെ വൃത്തിയായിരിക്കും എന്നുള്ള ഒരു ഇതിൽ ചോദിച്ചിട്ട് തന്നെ ഒരു കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോകും. പ്രമിത, അപ്പോ പറഞ്ഞു വരുന്നത് ഇപ്പൊ നമ്മള്
ഇപ്പൊ സംസാരിക്കാൻ പേടിയാണ്. അങ്ങനെ ജസ്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇപ്പൊ നമ്മളൊരു ടോപ്പിക് തന്നാൽ നമുക്ക് സംസാരിക്കാൻ പേടിയാണ്. സംസാരിച്ചാൽ അറിയുള്ളൂ പേടിയുണ്ടോ ഇല്ലയോ എന്ന്, അല്ലെ? മിസ്സേ, ശ്രുതിയുടെ കാര്യം എനിക്കൊന്ന് പറയണേ. ശ്രുതി ഭയങ്കര പേടിയാണെന്ന് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ശ്രുതി ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്ത് വന്ന് കഴിഞ്ഞ ദിവസം സെമിനാർ എടുത്തപ്പോ ആ കുട്ടി നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് റിയൽ ലൈഫിലെ സൗണ്ട് പൊല്യൂഷൻ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഒരുപാട് എക്സാമ്പിൾസ് ശ്രുതിക്ക് അതിൽ പറയാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റിയൽ ലൈഫിൽ നിന്ന് തന്നെ എടുത്ത് സെമിനാർ നല്ല രീതിയിൽ ലൈവ്ലി ആക്കാൻ ശ്രുതിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഇല്ല, പേടിയാണ് എന്ന് പറഞ്ഞ് ഇരിക്കാതെ അത് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് കൂടി മനസ്സിലായത് ശ്രുതി ഇത്ര നന്നായിട്ട് പ്രസന്റ് ചെയ്യണ കുട്ടിയാന്നുള്ളത്. അന്ന് പറയുന്നില്ലേ, ഇന്നലെ ഞാൻ പ്രസന്റ് ചെയ്ത്, പക്ഷെ ഇന്നലെ പ്രസന്റ് ചെയ്യുമ്പോ ഇവിടെ എന്റെ കൈകളും ഇങ്ങനെ നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ടൈപ്പ് ചെയ്യുന്ന പോലെയായിരുന്നു സത്യത്തില്. അത്രയും ഷിവറിങ് ആയിരുന്നു. ഞാൻ പറയുന്നുണ്ട്, പക്ഷെ അത്രയും ഷിവറിങ് ആണ് എന്റെ ഉള്ളില്. പക്ഷെ അതിന് പേടിയുടെ ആവശ്യമില്ല കേട്ടോ. ഞാൻ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും മിസ്സിന് ഇത് പറയാൻ എളുപ്പമാണ്, അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എല്ലാവരും എല്ലാ കാര്യങ്ങളും പറയുന്ന എക്സ്പീരിയൻസിലൂടെ തന്നെയാണ്. ഞാനിവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എത്രയോ ടെൻഷൻ അടിച്ചിട്ടും ഇപ്പൊ ഞാൻ ഈ പറയുന്ന എന്താണ്, എനിക്കും പേടിയായിരുന്നു, മനസ്സിലായോ? പക്ഷെ ഇതെല്ലാം മാറ്റിയാണല്ലോ വന്നിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, പേടിച്ചിട്ട് കാര്യമില്ല, ഒറ്റ കാര്യമില്ല. ഇപ്പൊ ഒരാൾക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം, കുറെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കേൾക്കാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരും, അല്ലെ? ഇപ്പൊ എന്നോട് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നിങ്ങൾ എടുത്ത് പോയി നോക്ക്, ട്രൈ ചെയ്യൂ, ജോലിക്ക് ട്രൈ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാനത് എന്റെ പേടി കൊണ്ടും ഒക്കെ ഞാനങ്ങോട്ട് മാറി. ഓക്കെ, ഇപ്പൊ വേണ്ട. ഓരോരോ കാരണങ്ങളാണ് കേട്ടോ, പല കാരണങ്ങളാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പോ അതല്ലെങ്കിൽ മാറി. പിന്നെ എനിക്ക് മനസ്സിലായി, കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും നമുക്ക് ലൈഫ് എങ്ങനെ പോകുന്നു. തിരിഞ്ഞു നോക്കുമ്പോ ഒന്നുമില്ല എന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ജീവിച്ചിരുന്നു എന്നൊരു കുറച്ചെങ്കിലും അർത്ഥം വേണ്ട ലൈഫിന്, അല്ലെ? തിരിഞ്ഞു നോക്കുമ്പോ ഒന്നുമില്ല, എന്തിനോ വേണ്ടി ജയിച്ചു, അങ്ങനെ പോകുന്നു. അങ്ങനെ ആവരുത് എന്ന് എന്റെ ഉള്ളിൽ തോന്നി. കാരണം പറയുന്നവരവിടെ ഇത് പറഞ്ഞു, പക്ഷെ നമ്മുടെ മനസ്സിലാണ് മാറ്റം വരേണ്ടത്. നമുക്ക് ആവശ്യം വേണം. നമ്മുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകണം, നമ്മ തീരുമാനിക്കുന്ന പോലെയാണ് പോകുക. ഓക്കെ, അതില് ചിലപ്പോ എല്ലാ തീരുമാനങ്ങളും നടക്കണമെന്നില്ല, മനസ്സിലായോ? പക്ഷെ കുറെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ പോകുക ലൈഫ് ഷുവർ ആണ്. അത് എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ്. ഓക്കെ, എന്റെ ലൈഫ് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ആഗ്രഹമാണ് ആസ് എ ടീച്ചർ ആകുക എന്നത്. ഓക്കെ, സോ ആഗ്രഹിച്ചു, അതിനെ കുറച്ച് നമ്മളെന്താ അതിന്റെ പുറകെ കുറച്ചൊന്ന് പോയി നടന്നു, മനസ്സിലായോ? സോ പേടി മാറ്റാം, ഫസ്റ്റ് പേടി മാറ്റാം. ആഗ്രഹിക്കുന്ന കൂട്ടത്തില് നമ്മുടെ പേടി മാറ്റാൻ നോക്കാം. പേടി മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് ആലോചിക്കും. ഫസ്റ്റ് അതാണ് ആലോചിക്കേണ്ടത്. നിങ്ങൾക്ക് പേടി വരാൻ കാരണം എന്താ? ഒരു റീസൺ ഇല്ലാതെ ആർക്കും പേടി വരില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പേടി വരുന്നുണ്ടെങ്കിൽ റീസൺ ഉണ്ട്. ആ റീസൺ കണ്ടുപിടിച്ച് സോൾവ്. കേൾക്കുന്നുണ്ടോ? റീസൺ ആണ് മെയിൻ. ഇപ്പൊ നിങ്ങൾക്ക് പേടി വന്നു, എന്താ റീസൺ? എന്താ ആലോചിച്ച് നോക്കി. കുറച്ച് പേര് സംസാരിക്കാത്തവരുണ്ട് ക്ലാസ്സിൽ. എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? റീസൺ എന്താണ്? അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ ആ ഒരു എബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഈ എബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമുക്ക് ഓരോ കഴിവും എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ, പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, ഒരേപോലെയാണ്. എല്ലാം ഒരേപോലെ തന്നെയാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്, അല്ലെ? ബാക്കിയെല്ലാം നമ്മൾ ബിൽഡപ്പ് ചെയ്തെടുക്കുന്ന ഓരോ കാര്യങ്ങള്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അത് നമ്മൾ എന്താ ചെയ്യണ്ടേ? അറിയാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഓരോ കാര്യങ്ങൾ അങ്ങനെയല്ലേ ചെയ്യണ്ടേ ലൈഫില്? ശരിയല്ലേ? ഓരോ ലൈഫ് അങ്ങനെയാണ്. നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കുക ചെയ്യാം. ഏതൊരു കാര്യം, അത് ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം വരെ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, മനസ്സിലായോ? അതിനെ കൂടി ജീവിക്കുകയും കൂടി ചെയ്യണം. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം, മനസ്സിലായോ? പേടിച്ചിരിക്കരുതെന്നാ പറയുന്നത്. ഒരിക്കലും പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ആരെയാ പേടിക്കുന്നേ? നമ്മൾ നമ്മളെ തന്നെയാ പേടിക്കുന്നേ, വേറെ ആരെയല്ല. വേറെ ആരെയും നമുക്ക് പേടിയുമില്ല. നമ്മൾ നമ്മളെയാ പേടിക്കുന്നേ. ഓക്കെ, അത് മാറ്റാൻ നോക്കുക.
ഇത് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും കേൾക്കുന്നുണ്ട്, എല്ലാവരും സമ്മതിച്ചു തരുന്നുണ്ട്, ഞാൻ അങ്ങനെയാണ്, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് മാറുന്നില്ല? എന്തുകൊണ്ട് മാറാൻ പറ്റുന്നില്ല? ആ പറയൂ. ആർക്കെങ്കിലും മെയിൻ ആൻസർ ഉണ്ടോ? പ്രശ്നം കമ്പാരിസൺ തന്നെയാണ് മാം. കമ്പാരിസണും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്തയും മാറ്റി വെച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ കുട്ടി പറഞ്ഞത്ര എനിക്ക് പറയാൻ പറ്റുമോ എന്നുള്ള ഒരു ഇത് ഉള്ളിലുണ്ടാവും. ചിലപ്പോ വേറെ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയുമ്പോ ഭയങ്കരമായിട്ടൊക്കെ അവർ പറയുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അത്ര എത്താൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള തോന്നൽ തന്നെയാണ് മാം ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ കമ്പാരിസൺ ഒഴിവാക്കുക. അതേപോലെ മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് വിചാരിച്ചാലും നമുക്ക് അറ്റ് ദ എൻഡ് നമ്മൾ എന്തായാലും നമുക്ക് തന്നെയാണ് ഒരു സ്കൂളിൽ അടുത്ത കൊല്ലം ജോലി കിട്ടേണ്ടത്. ആ സമയത്ത് അവരാരും ഉണ്ടാവില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ കുട്ടികളെ പഠിപ്പിക്കണ്ടേ. അപ്പൊ വിചാരിക്കണവരെ അവിടെ ഇരുന്ന് വിചാരിച്ചോട്ടെ. ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ കുറെ മാറി. അവര് എന്നെ പറ്റി എന്റെ തെറ്റ് കണ്ടുപിടിക്കുന്നുണ്ടാവോ, അല്ലെങ്കിൽ എന്നെ പറ്റി പറഞ്ഞു ചിരിക്കുന്നുണ്ടാവോ, അവര് ചിരിച്ചോട്ടെ. കാരണം അവരൊന്നും എന്റെ കൂടെ ഉണ്ടാവണ ആൾക്കാരല്ലല്ലോ. അടുത്ത കൊല്ലം ഒരു സ്കൂളിൽ പോകുമ്പോൾ പഠിപ്പിക്കേണ്ടത് ഞാനാണ്. ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ എന്തൊക്കെ കുറവുകളുണ്ടോ, എനിക്ക് പേടിയാണ് അല്ലെങ്കിൽ കോൺഫിഡന്റ് അല്ല, ഇതൊക്കെ മാറ്റേണ്ടത് ഞാൻ തന്നെയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ലക്ഷ്യം എന്താണോ അത് മാത്രം ചിന്തിച്ചാൽ മതി. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു ചിന്തിക്കേ വേണ്ട. ഇപ്പോ ഞാൻ ഒരു ടീച്ചറാണ്, എനിക്ക് ഞാൻ പെർഫെക്റ്റ് ഒന്നല്ല ഇംഗ്ലീഷില്, അത് ആദ്യം മനസ്സിലാക്കും. അത് മാത്രമല്ല, ഓരോരുത്തർ ക്ലാസ് എടുക്കുന്നതും ഓരോരുത്തർ സംസാരിക്കുന്നതും അവരുടേതായ സ്റ്റൈലിലാണ്. യുണീക്കാണ് എല്ലാവരും. എല്ലാവരും ദൈവം സൃഷ്ടിച്ചിരുന്ന ഒരേപോലെ ആണെങ്കിലും എല്ലാവരും യുണീക്കാണ്. മനസ്സിലായോ? എല്ലാവരുടെ ഫിംഗർ പ്രിന്റ് ഒരേപോലെയാണോ? ഒരിക്കലും അല്ല. മനസ്സിലായോ? സോ എല്ലാവരും വ്യത്യസ്തരാണ്. അവർ പറയുന്ന കാര്യങ്ങളാണെങ്കിലും അവർ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാവരും ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ ആയിരിക്കില്ല വേറെ ഒരു ടീച്ചറിന് ക്ലാസ് എടുക്കുക. എന്നെ ഇഷ്ടപ്പെടുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ മറ്റൊരാൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാം. അപ്പൊ എന്നെക്കാൾ നല്ല ക്ലാസ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ടീച്ചറിന്റെ അടുത്തേ പോകുള്ളൂ. ശരിയല്ലേ? അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന പോലെയല്ല മറ്റുള്ളവർ സംസാരിക്കുക. ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാ കമ്പയർ ചെയ്യുന്നേ? നിങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എങ്ങനെയാ ക്ലാസ് എടുക്കുക, പക്ഷെ എനിക്കിതിലും ബെറ്റർ ആക്കി ക്ലാസ് എടുക്കാൻ പറ്റും ഞാൻ ശ്രമിച്ചാൽ. മനസ്സിലായോ? അതുപോലെ തന്നെയാണ്. ഇപ്പൊ ഒരാളെ സംസാരിക്കുന്നത് കേട്ടു എന്ന് വിചാരിക്കും, ഒരു സ്പീച്ച് കേട്ടു അല്ലെങ്കിൽ ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടു. ഓക്കെ, ഞാൻ സംസാരിക്കുന്നത് അവരെ പോലെയല്ല, നമുക്ക് അറിയാം, ഓൾറെഡി അറിയാലോ. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടേ? അതേപോലെ സംസാരിക്കാൻ ശ്രമിക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അയ്യോ എനിക്ക് അവിടെ പോയി സംസാരിക്കാൻ പറ്റില്ല, അവിടെ വെച്ച് കഴിഞ്ഞു, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, പിന്നെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഒരാള് ലൈഫിൽ ഒരു റോൾ മോഡൽ അങ്ങനെ ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്തായാലും നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, ഇന്ന ആളെ പോലെ ആകണമെന്നോ, ഇന്ന ആളെ പോലെ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇന്ന ഒരു പൊസിഷനിൽ എത്തണം. ആ ഒരു പൊസിഷനിൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, അല്ലെ? ഇപ്പൊ എല്ലാവരും കോഴ്സ് ചേർന്നിരിക്കുന്ന ടീച്ചർ ആകണം എന്നാണ് എല്ലാവരും ആഗ്രഹം. അത് എങ്ങനെ ഒരു ടീച്ചർ ആകണം എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. കാരണം ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഇഷ്ടമായിരുന്നു. അതിന് ഒരു റീസൺ ഞാൻ ആലോചിച്ചപ്പോ റീസൺ എന്താന്ന് വെച്ചാല്, നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ടീച്ചേഴ്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നെങ്കിൽ നമുക്ക് ടീച്ചറെ ഇഷ്ടാകും, ആ സബ്ജക്ട് ഇഷ്ടാകും. ശരിയല്ലേ? ശരി തന്നെ. അപ്പോ ഇംഗ്ലീഷ് പൊതുവെ നമുക്ക് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, പണ്ട് മുതൽ പേടി വരാൻ കാരണം നമ്മൾ ആ ഇംഗ്ലീഷിന് ആ ഒരു രീതിയിലല്ല എല്ലാവരും പഠിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഇംഗ്ലീഷ് ടീച്ചറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ഷുവറാണ് അല്ലെ? ഇംഗ്ലീഷ് ടീച്ചർ എനിക്ക് പൊതുവെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല എടുക്കുന്നത് എന്താണ്. ഓരോരുത്തരെ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചാല്, എല്ലാവരും പഠിക്കാൻ വരുന്നത് ഒരുപാട് ഇഷ്ടത്തോടെ ആയിരിക്കാം, അല്ലെ? അറിയണമെന്നൊരു നമ്മളെ പഠിക്കുന്ന ടൈമിൽ നമുക്ക് അങ്ങനത്തെ ചിന്ത ഒന്നും ഉണ്ടാകില്ല, പൊതുവെ ഉണ്ടാകില്ല. പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനെയല്ലല്ലോ. നമുക്കറിയാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ്, ഇംഗ്ലീഷ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ നമുക്കറിയാം. സോ ഇനിയെങ്കിലും നമ്മൾ ഒരു ടീച്ചർ ആകുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ കുറെ ടീച്ചേഴ്സിനെ കണ്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ആകരുത് എന്ന് നമുക്ക് അറിയാം, അല്ലെ? ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ആ രീതിയിലാവണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. ഞാനത് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ഇതെല്ലാം നിങ്ങൾക്കുണ്ട്. സോ ഇങ്ങനെയൊക്കെ ആവണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? പേടി മാറ്റണ്ടേ? പഠിക്കണ്ടേ? ഒരുപാട് നോളജ് നമുക്ക് വേണ്ടേ? ഇതിനൊക്കെ നമ്മൾ എന്താ ചെയ്യണ്ടേ? അത് ആലോചിക്കൂ ആദ്യം.
മനസ്സിലായോ? പിന്നെ ഒരാളോട് സംസാരിക്കുന്നത് നമുക്ക് ആരോട് ഫ്രീ ആയിട്ട് സംസാരിക്കാന്നേ. അവരൊരിക്കലും നമ്മളെ കുറിച്ച് ഒന്നും ചിന്തിക്കില്ല. ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒന്ന് പറയുന്നുണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, ഷോ നിങ്ങളൊക്കെ എന്നെ കുറിച്ച് ഇതിലൊക്കെ ചിന്തിക്കുവോ? അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ക്ലാസ് പോയി എടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്ന 1-2 പോയിന്റ്, ഞാൻ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ 1-2 പോയിന്റ് നിങ്ങൾ ഉള്ളിൽ തട്ടും. ഓക്കെ, ഒരാളെങ്കിൽ ഒരാള് ആ ഒരു പോയിന്റ് ഫോളോ ചെയ്യും. അതെനിക്കറിയാം. എല്ലാവരും ഇല്ലെങ്കിൽ പോലും ബോറടിച്ചറിയാൻ ക്ലാസ്, കുറച്ചധികം ബോറടിച്ചറിയാൻ ക്ലാസ് കേൾക്കാം. പക്ഷെ ഒരാളെങ്കിലും ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ടാകും. ആ ഒരാൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ ചിലപ്പോൾ സംസാരിക്കാം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? നമ്മളെല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടണമെന്നില്ല. ഒരാളെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇഷ്ടപ്പെടാത്ത ഇപ്പോ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന അയാൾക്ക് നമ്മൾ ഇഷ്ടമല്ല നമുക്കറിയാം. എന്നാലും നമുക്ക് സംസാരിച്ച് അയാൾക്ക് നമ്മളോടുള്ള ഒരു വെറുപ്പ് കുറച്ചെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും നമ്മൾ സംസാരിച്ചാൽ. ഓക്കെ, എല്ലാം അങ്ങനെയാണ്. നമ്മൾ സംസാരിക്കണം. ആരുടെ മുന്നിലാണെങ്കിലും നമുക്ക് സംസാരിക്കാം. അതെന്ത് പൊട്ടത്തരാണെങ്കിലും പറയാം. ആള് വിചാരിച്ച ആളങ്ങോട്ട് പോകും. പക്ഷെ നമുക്ക് ആ ടൈം കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ. മനസ്സിലായോ? ഞാൻ ഒരാളോടെങ്കിലും ധൈര്യമായിട്ട് സംസാരിച്ചു എന്ന് നമുക്ക് ആലോചിക്കാം. ചിന്തിച്ച ആളങ്ങോട്ട് ചിന്തിച്ചങ്ങോട്ട് പോകും. അയാൾ ഒരു ദിവസം ഫുള്ള് നിങ്ങളെ കുറിച്ച് ആയിരിക്കും ആലോചിക്കുക. മനസ്സിലായോ? ഒരു നിമിഷം മാത്രം ആലോചിച്ചാൽ അയാൾ അങ്ങോട്ട് വിട്ടുകളയുള്ളൂ. പക്ഷെ നിങ്ങൾ ആ ചെയ്ത ഒരു പ്രവൃത്തി നിങ്ങൾ ഒരു ദിവസം ഫുള്ള് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ശരിയല്ലേ? എനിക്കില്ലേ മാം പേടിയുണ്ട്. എന്ത് പറഞ്ഞാൽ എന്റെ ഭാഷ ശരിയാന്നില്ല, നിങ്ങളായിട്ട് വരുന്നില്ല. നമ്മ ഈ കാസർഗോഡുകാരായതുകൊണ്ട് അങ്ങനെ എനിക്ക് ആ മലയാളം കിട്ടുന്നില്ല. അതാണ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്. അതിന് മറുപടി ഞാൻ പറയട്ടെ. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ സ്ലാങ് ഭയങ്കര എന്ത് രസമാണ് കേൾക്കാന്നറിയോ? ഓരോ സ്ഥലത്തിലെ സ്ലാങ് വ്യത്യാസമില്ലേ? എന്താ രസം? ഇപ്പൊ ഞങ്ങൾ പറയുന്ന എറണാകുളത്തെ ഒരു സ്ലാങ് ഉണ്ട്, അത് വ്യത്യാസമുണ്ട്. അതും പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും മലയാളം തന്നെയല്ലേ? പക്ഷെ കേൾക്കാൻ നല്ല രസാ. നിങ്ങൾ സംസാരിക്കൂ. മയൂക സംസാരിക്കൂ. അതാണ് നമ്മ പറയുന്ന ഭാഷ നിങ്ങളായിട്ട് ഇത് വരുന്നില്ല. നിങ്ങളെല്ലാരും നല്ല ഭാഷകളാണ്, കേൾക്കാൻ നല്ല രസമുണ്ട്. എനിക്ക് അതാ ഒരു പേടിയുണ്ട്, ഇങ്ങനെ ഒരു മലയാളം ശരിക്കും വരാത്തതുകൊണ്ട്. എന്താ പിന്നെ നിങ്ങളെല്ലാരും പറഞ്ഞില്ലേ ആത്മവിശ്വാസം, അത് ആത്മവിശ്വാസം പോലും പറയാൻ ശരിക്കും എനിക്ക് കിട്ടലില്ല മലയാളത്തില്. മുന്നേ നല്ല ആത്മവിശ്വാസം ഉണ്ടായ ഒരു വ്യക്തിയായിരുന്നു ഏതൊരു. പക്ഷെ ഇപ്പൊ ആത്മവിശ്വാസം നമുക്ക് കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് എല്ലാത്തിലും. എന്താ പറഞ്ഞാല് ഞാൻ നോ പറയേണ്ടടുത്ത് നോ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു മാം. പക്ഷെ നമ്മളെ ഈ നോ പറയുന്നത് ഇപ്പൊ ഞാൻ ഈ സമൂഹത്തിൽ വിചാരിക്കുന്നത് വെച്ചാല് ആ പറയാതിരിക്കാന്ന്. നമ്മ എതിർക്കാതെ നിൽക്കുന്നവരെ എന്നും കൂട്ടായിരിക്കും, എതിർക്കുന്നവർ എപ്പോഴും വെറുക്കപ്പെട്ടവരായിരിക്കും. അങ്ങനെ അതുകൊണ്ടാണ് ആ ആത്മവിശ്വാസം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ, മണ്ടത്തരാണ്. മാം, ആത്മവിശ്വാസം ഒരിക്കലും ആത്മവിശ്വാസം ആർജിച്ചെടുത്താ പിന്നെ അതൊരിക്കലും പോവരുത്. എല്ലാം നമ്മുടെ മൈൻഡ് തന്നെ. നിങ്ങള് ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നില്ലേ എങ്ങനെ? ചിന്തിക്കണ്ട. ഓക്കെ, നമുക്ക് ഈ ടോപ്പിക് നെക്സ്റ്റ് ക്ലാസ്സിലൂടെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഒരുപാട് സംസാരിക്കാനുണ്ട് നിങ്ങൾക്ക് തന്നെ എന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഓപ്പണായിട്ട് സംസാരിക്കാം എല്ലാവരും. ഓക്കെ, ഒരാൾ പോലും മിണ്ടാതിരിക്കരുത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? സോ ഇനി കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ടോപ്പിക് കണ്ടിന്യൂ ചെയ്യും. നന്നായിട്ട് സംസാരിക്കാൻ വരെ എല്ലാവരും. നിങ്ങളുടെ ലൈഫിൽ എന്താണെന്ന് വെച്ചാൽ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് പറയാം. ഓക്കെ, അതിന് വേണ്ടി ഒരു പ്രിപ്പറേഷന്റെ കാര്യമൊന്നും ഇല്ല. സംസാരിക്കാലോ. അത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും പോട്ടെ, ഏത് സ്ലാങ് ആണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് മനസ്സിലാകുമല്ലോ. നിങ്ങൾ സ്ലാങ് ഏതായാലും മലയാളം എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയാണ്. സോ സംസാരിക്കാം, ആർക്കും സംസാരിക്കാം, എന്തും സംസാരിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഫ്രീ ആയിട്ട് എല്ലാവരും സംസാരിക്കണം. ഓക്കെ ആണല്ലോ? എല്ലാവരും സംസാരിച്ചവരാണെങ്കിൽ പോലും സംസാരിക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ടൈം ഞാൻ സൈൻ ഔട്ട് എന്ന് ഞാനാണ് പറയുന്നത്. ഓക്കെ, ഇന്നിപ്പോ ഈ ടോപ്പിക് ഇവിടെ വെച്ച് അവസാനിക്കാത്തോണ്ട് എനിക്ക് ശരിക്കും ഹാപ്പിയാണ്. എന്താ വെച്ചാൽ
ഞാൻ പറഞ്ഞല്ലോ കോൺഫിഡൻസ് തീരെ ഇല്ലാത്ത ആളാണ്. ഇന്ന് ഞാൻ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിലും ഞാൻ സംസാരിക്കും. മാം ഇത് തന്ന ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് വലിയ ഒരു ഇതുള്ള കാര്യം തന്നെയാണ്. ഇതിൽ എത്രയോ പേര് കോൺഫിഡന്റ് ഇല്ലാണ്ടിരിക്കുന്നവർക്ക് ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ അവർക്ക് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത് ഈ ഓപ്പർച്യൂണിറ്റി കൂടെ തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ സെപ്പറേറ്റ് ടോപ്പിക് വന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കില്ല. എന്തെങ്കിലും സംസാരിക്കാം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാമില്ല, എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിന് താങ്ക് യു മാം. നെക്സ്റ്റ് ക്ലാസ്സിലും ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യാം വിത്ത് കോൺഫിഡന്റ് ആയിട്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ താങ്ക് യു. സന്തോഷമുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതേപോലെ തന്നെ വരാം. ഈ ഒരു ആക്റ്റീവായിട്ട് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, താഴോട്ട് പോകരുത് കേട്ടോ. ഇങ്ങനെ ഇത് ഈ ബേസ് ലെവൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. Okay, so thank you all. See you on the next class. Okay, bye.